മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലോ വാട്ടർ പ്രഷറായിട്ട് നമ്മുടെ ടാപ്പുകളിലൊക്കെ ഫോഴ്സ് കുറഞ്ഞു വരുന്നത് നമ്മളെങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു അടുക്കളയിലുള്ള ഒരു ടാപ്പാണ്. ആ ടാപ്പിൻ്റെ ഫോഴ്സ് കണ്ടാൽ മൊത്തം നമ്മൾ ഓണാക്കിയാലും ഫോഴ്സ് കുറവാണ്. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വേസ്റ്റുകൾ അടിയുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിലുള്ള നമ്മുടെ ഒന്നിൽ ഇത് അഡ്ജസ്റ്റബിൾ സ്പാനർ ഉണ്ടെങ്കിൽ വീടുകളിലുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പ്ലെയർ എന്തായാലും ഒരു വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ നമ്മൾ ആ പ്ലെയർ എടുക്കുക. ഇതിൻ്റെ കറക്റ്റ് ഇവിടെ കാണുന്ന ഈ ഗ്രൂവിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലത്തെ ഒരു ഗ്രൂവ് കാണും. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ പ്ലെയർ ഇതേപോലെ ഒന്ന് കടുപ്പിച്ച് പിടിച്ച ശേഷം നമ്മൾ ലൂസാക്കി തിരിക്കുക. ഉണ്ടോ, ഇതേപോലെ തിരിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ സ്പാനറായാലും മതി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമ്മൾ കറക്റ്റാക്കി നമ്മൾ ഈ രണ്ട് ഗ്രൂവിലേക്കും വൈഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റാക്കി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് തിരിച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ സാധിക്കും, വലിയ ടൈറ്റൊന്നും ഉള്ളതല്ല. നമ്മളിങ്ങനെ ഊരിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും എത്രത്തോളം പൊടിപടലങ്ങളും പായലുകളാണ് മെയിനായിട്ട് വരിക. നമ്മൾ കുറേ കാലമുള്ള PVCൻ്റെ ഉള്ളിലും അതേപോലെ ടാങ്കിലും ഒരുപാട് പായലൊക്കെ വരും. അതാണ് ഈ പൈപ്പ് വഴി ഇങ്ങനെ വന്ന് നമ്മുടെ വെള്ളം ബ്ലോക്കാവുന്നത്, പ്രഷർ കുറഞ്ഞു വരാനുള്ള മെയിനായിട്ട് കാരണം വരുന്നതാണ്. ഇപ്പോഴായാലും നോക്കുക എന്നല്ലേ, ഇതിലൊരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കഴുകിയെടുക്കാം. എന്നാലും ഇതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയാലും നമുക്ക് അത് നമുക്ക് എടുക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് അത് ഊരിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലൊന്ന് പ്രസ് ചെയ്യാം മുകളിലേക്ക്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോരും. അത് ഓരോരോ അരിപ്പുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഒരു ചെറിയ ബ്രഷ് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് നമുക്കത് ഇതേപോലെ ക്ലീനാക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ക്ലീനാക്കി എടുക്കുക. നല്ലപോലെ ക്ലീനാക്കിയ ശേഷം നമ്മൾ പഴയ പോലെ തന്നെ നമ്മളത് അതിലേക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പ്രസ് ചെയ്യുക. ഏറ്റവും മുകളിൽ വരുന്ന റബ്ബർ വാഷർ കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിലെ വെള്ളം ലീക്ക് വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ ടൈറ്റാക്കുക. എന്തായാലും നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ എന്തായാലും ഇതേപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്താൽ ഇതേപോലെ ഒരുപാട് കംപ്ലൈൻറ്റ് കുറഞ്ഞ് കിട്ടും. എല്ലാ ടാപ്പും ഇതേ ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ ഇത് പ്ലെയർ വലിയ കാര്യമായിട്ട് ടൈറ്റ് ചെയ്യേണ്ട, കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കത് ഊരി ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ട് വലിയ ടൈറ്റൊന്നും ആക്കണ്ട. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് ഇപ്പോൾ നല്ല പതഞ്ഞ് നല്ല ശക്തിയോട് കൂടിയാണ് വെള്ളം ചാടുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും.